അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ വല്ല തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരു സീറ്റ് രാജാക്കന്മാരെ പോലെ ഇരിക്കുന്നത്, വല്ല തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ മുന്നിലെ ഈ കാക്ക. പുള്ളി ഫുൾ ടൈം എൻ്റെ മുഖം ക്യാമറ അങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. കാണാൻ കലിപ്പ് ലുക്കൊക്കെ ആണെങ്കിലും പുള്ളി പാവാട്ടോ. കുറച്ച് കഴിഞ്ഞ് പുള്ളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി നല്ല മയത്തിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സെക്ഷനൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും കണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ പുറത്തും കാര്യങ്ങളൊക്കെ വ്യൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫ് സീസണിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു ഫെബ്രുവരി ജനുവരിയിലൊക്കെ വരുന്ന സമയത്ത് ഈ ഏരിയയിൽ ഫുള്ളായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വലിയൊരു ടണലിലേക്ക് കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ടണലിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം 10-25 മിനിറ്റോളം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ 2 പയ്യന്മാർ വന്നിരുന്നു കേട്ടോ. ഇവരുടെ ഡ്യൂട്ടി എന്താ നോക്കുകയാണെങ്കിൽ നമ്മളെ ആ 4 ടയറിലെ ആ വണ്ടിയില്ലേ, ആ വണ്ടിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പോൾ ഇവർ അവർ യാത്ര ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ച്, അപ്പോൾ ഞാനും ഇടയ്ക്ക് യാത്രയൊക്കെ ചെയ്യാറുണ്ടെന്ന് വെച്ചപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ചിച്ചൻ ബ്രിഡ്ജ് ആണെങ്കിലും പിന്നെ കാസിയും നാക്കോയും താബോയും എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഈ ചെറിയ പയ്യന്മാരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് നിൽക്കുകയാണെങ്കിൽ യാത്ര ചെയ്യുക, തട്ടിമുട്ടി യാത്ര ചെയ്താണ് ഒരു ലക്ഷ്യം. അങ്ങനെ ഓരോരോ സ്റ്റേഷനിൽ മാറി മാറി പോകാം കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് ഓരോ സ്റ്റേഷൻ കാണുമ്പോഴും. ശരിക്കും വൃത്തിയാണെങ്കിലും ക്ലീൻ ആണെങ്കിലും. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ 2 പാളങ്ങൾക്കിടയിലൊക്കെ ഫുൾ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ അങ്ങനെ കച്ചറയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് മാറിയിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് ദൂരം മലേൻ്റെ മുകളിലായിട്ട് ഫുള്ള് മഞ്ഞ് കാണാം. ഇവിടെ ഈ സമയത്താണ് ഇങ്ങനെ. കുറച്ചൊക്കെ മുമ്പ് വരികയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് മഞ്ഞായിരിക്കും. യാത്രയിലാണ് നമ്മൾ കാശ്മീരിൻ്റെ ശരിക്കുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കുറേ ചെമ്മരിയാടും പാറ്റത്തിനൊക്കെ കാണാം. കൂടാതെ ഇവിടെ കാണുന്ന ഈ മരങ്ങളൊക്കെ ഇപ്പോഴാണ് ഈ തണുപ്പ് സീസൺ എന്താണ് ഫുൾ ഇല കൊഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഈ മരങ്ങളുടെ മേലെ കംപ്ലീറ്റ് ഇലകളൊക്കെ വന്നിട്ട് വേറെ തന്നെ ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു പയ്യൻ വന്നിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലെ ക്യാമറയും നമ്മളെ ആ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളി നമ്മുടെ ആദ്യം ചോദിച്ചെന്താണെന്ന് വെച്ചാൽ വ്ളോഗറാണോ എന്ന്. അവർ ചെറിയൊരു വ്ളോഗറാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ചാനൽ. ആ പുള്ളിയും പറഞ്ഞ് എന്താ കുഴപ്പമൊന്നുമില്ല, എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു നാൾ നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. അങ്ങനെ പുള്ളി നമ്മളോട് ചോദിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണോ കാശ്മീർ വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് കാശ്മീർ വരുന്നത്. അപ്പോൾ തുടങ്ങി പുള്ളിയും ലെക്ചർ. എങ്ങനെയൊക്കെയാണ് കാശ്മീർ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, എവിടേക്കാണ് നിൽക്കേണ്ടത്, പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് A to Z കാര്യങ്ങൾ. കാശ്മീർ എങ്ങനെ നിൽക്കണം, എത്ര പൈസ കൊടുക്കണം റൂമിന്, പിന്നെ എവിടുന്ന് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും പുള്ളി നിർത്താതെ ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് യാത്ര പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള 99% ഞാൻ പ്ലാന് പ്രിപ്പയർ ആയിട്ട് വരുന്നത്. ബാക്കി 1% നമ്മുടെ കയ്യിലല്ല. നേരെ മറിച്ച് ഏതൊരു യാത്രയ്ക്ക് പോവുകയാണെങ്കിലും നമ്മൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പട്ടി ചന്തയ്ക്ക് പോലെ പോയി വരേണ്ടി വരും. തമാശ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്ക് പറഞ്ഞെടുത്ത പുള്ളി പറഞ്ഞ നല്ല ബെസ്റ്റ് പ്ലാനാണ്, ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും പുള്ളിയും കറക്റ്റായി പറഞ്ഞു തന്നു കേട്ടോ. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പുള്ളിയുടെ നാട് പേൽഗാമാണ്. പുള്ളി മറ്റെന്തോ ആവശ്യത്തിനാണ് ഈ ട്രെയിനിലേക്ക് കയറി മറ്റുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 സ്റ്റേഷൻ കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളി ഇറങ്ങുമെന്ന് പറഞ്ഞ് അതിന് മുന്നേറ്റ് പുള്ളി നമ്പർ എനിക്ക് എന്നിട്ട് പറഞ്ഞ് എന്താവശ്യം ഉണ്ടെങ്കിലും, അതായത് പേൽഗാമിൽ വരികയാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ട്രെയിന് പോകുന്നത് ശ്രീനഗറിലേക്കാണ്. പക്ഷെങ്കിൽ ശ്രീനഗറിൽ ഒരു സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം ശ്രീനഗറിലേക്ക് പോകാൻ. അപ്പോൾ പുള്ളി പറഞ്ഞ് ശ്രീനഗറിലെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനില്ലേ, അതിനേക്കാളും ഒരു സ്റ്റേഷൻ മുന്നേ ഇറങ്ങിയാൽ ഞാൻ എന്തായാലും ശ്രീനഗറിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ശ്രീനഗറിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ആ ശ്രീനഗറിൽ ഇറങ്ങേണ്ട ആ സ്റ്റേഷനിൽ അവിടെ പോയി ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 6 മണി ഏകദേശം ആ ടൈമാവും. അപ്പോൾ ഈ ഒരു മാസം റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 6 മണി 7 മണി ബിറ്റ്വീൻ 6 മണി 7 മണീൻ്റെ ഇടയ്ക്ക് വണ്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കെ പുള്ളിയുടെ കൂടെ പോവുകയാണെങ്കിൽ പുള്ളി എന്തായാലും ശ്രീനഗറിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാൽഗേറ്റിൻ്റെ വിട്ടുവരുമെന്ന് പറഞ്ഞു.
ആദ്യമൊക്കെ ഞാൻ കുറച്ച് മടിച്ച് നിന്നെങ്കിലും പുള്ളി പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, അല്ല പൈസയും കാര്യങ്ങളൊന്നും ഞാൻ പേ ചെയ്യില്ല, എന്തായാലും എനിക്ക് ശ്രീനഗറിലേക്കാണ് പോകേണ്ടത്, അപ്പോൾ നിങ്ങൾ അവിടെ വിടുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേഷനിലെത്തിയ പുള്ളി എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു അധികാരത്തോടെ എൻ്റെ ബാഗ് എടുത്തിട്ട് പുള്ളി നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, എൻ്റെ ബാഗ് ഞാൻ പിടിച്ചോളാം എന്ന് പുള്ളി പറഞ്ഞ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തെ ക്ലോസ് ഫ്രണ്ട്സിന് കാണത്തില്ലേ ആ ഒരു മൈൻഡ്, പുള്ളി ശരിക്കും എൻ്റെ ബാഗ് തോളിലിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ കൂടെ വന്നോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ബിജിബാര എന്ന റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ. ഈ പുള്ളിക്കാരൻ കുറേ നേരം പുള്ളിക്കാരൻ എന്ന് പറയുന്നത്, ഇയാളുടെ ശരിക്കുള്ള പേര് എന്താണെന്ന് വെച്ചാൽ ആകാശ് ഹുസൈൻ കേട്ടോ. നിങ്ങളൊക്കെ ആ ഫോണിൻ്റെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആകാശ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ശ്രീനഗറിലെത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം റംസാൻ മാസമാണല്ലോ. അപ്പോൾ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിഭാഗക്കാരായിട്ടുള്ളത്. അപ്പോൾ അറിയാലോ, അവർക്ക് അവരുടെ നമസ്കാരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പുറത്തെത്തിയപ്പോൾ ആകാശിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലഗേജൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കയറിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി. അങ്ങനെ ആകാശം എൻ്റെ കൂടെ തന്നെ പിന്നിലിരുന്നു കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ യാത്രയിലുടനീളം പുള്ളിക്കാരൻ്റെ ഫാമിലി, പിന്നെ അങ്ങേരുടെ ഓരോ കാര്യങ്ങൾ, പിന്നെ കാശ്മീരിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഒരു മടുപ്പ് തോന്നിയില്ല. അങ്ങനെ ഞാൻ പുറത്തുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മുടെ കേരളവും കാശ്മീരും വളരെ ലാൻഡ്സ്കേപ്പിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മരത്തിന് മേലെ കുറേ ഇലകളും പൂക്കളൊക്കെ അല്ലേ കാണാറുള്ളത്. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ മരത്തിൻ്റെ മേളിലൊന്നും ഇലകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് കാശ്മീരിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ ജൂൺ ജൂലൈ വന്നാൽ മതി. ഈ മരങ്ങളിലെല്ലാം കംപ്ലീറ്റ് പൂക്കളും ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു മണിക്കൂറിനുള്ളിൽ ശ്രീനഗറിലെത്തും കേട്ടോ. അങ്ങനെ ഒരു 7 മണി 8 മണി ആ സമയത്തായപ്പോഴേക്ക് ഞാൻ ശ്രീനഗറിലെത്തി കേട്ടോ. ശ്രീനഗറിൽ എത്തിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്ലാൻ അനുസരിച്ച് ദാൽഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് 600-700 ആ റേഞ്ചിൽ റൂം എടുക്കുക എന്നതായിരുന്നു. അങ്ങനെ കുറേ റൂം പോയി തപ്പി. എല്ലായിടത്തും പറയുന്ന 1000-1200, കൂടാതെ ദാൽഗേറ്റിന് ഒത്തിരി അകലെത്തും. അങ്ങനെ ഞാൻ 4-5 ഹോട്ടൽ തപ്പി ശേഷം ഒരു ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു ഹോട്ടലല്ല, ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതായത് താഴെ ആ വീട്ടുകാർ താമസിക്കും, മേലെ നിങ്ങൾക്കായിട്ടൊരു 4-5 മുറി ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കൂടെ ഇതിനോട് സംസാരിച്ച്. അങ്ങനെ ഞാനവിടെ പോയി നോക്കിയപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷെങ്കിൽ ആദ്യം അവരെന്നോട് പറഞ്ഞ രൂപ എന്ന് വെച്ചാൽ 1200 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1200 രൂപ തരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ സെയിം ഡയലോഗ് എപ്പോഴും വെച്ചടിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേരളം തൊട്ടിട്ട് ഏറ്റവും ടോപ്പിലെ ജമ്മു കാശ്മീരിലെ ഒറ്റയ്ക്ക് വന്നതാണ്, അപ്പോൾ അതിൻ്റെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് തന്നുകൂടെ ഇത് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് അവസാനം അവർ 1000 എത്തിട്ടോ. ഞാൻ പിന്നെ അവിടെ കുറേ കാര്യം സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞ് ഓക്കെ 700-ന് ഡീല് ചെയ്യാൻ സംസാരിച്ച്. അത് നമുക്ക് വലിയൊരു കിട്ടലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ദിവസത്തെ പ്ലാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ റൂം ഓക്കെ ആണെങ്കിൽ ഞാനിവിടെ 4-5 ദിവസം കൂടെ എക്സ്ട്രാ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടി ഓക്കെ. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ റൂമിലെത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീലാക്കിയ ശേഷം റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്ത്, അങ്ങനെ ഇവിടുത്തെ ആളെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ്. അയാളെ ഞാൻ കാണിച്ചു കേട്ടോ. ഞാൻ ചാച്ചനാണ് അദ്ദേഹത്തെ ഇഷ്ടത്തോടെ വിളിച്ചിരുന്നത്. അങ്ങനെ ചാച്ച എനിക്ക് 2 പുതപ്പ് തന്ന്. അപ്പോൾ സമയം ഏകദേശം ഒരു 10:30 അതിനടുത്തപ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. നല്ല ടയർഡായിരുന്നു. യാത്ര തുടരുകയാണ്. വളരെ ടയർഡ് കൂടിയിട്ടാണ് ഞാൻ ഇന്നലെ റൂമിലേക്ക് എൻ്റർ ചെയ്തത്. അങ്ങനെ ഒരു 11 മണി ആ റേഞ്ച് ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. വളരെ ടയർഡ് ആയതുകൊണ്ടാണോന്നറിയില്ല, കണ്ണടച്ച് ഓർമ്മയുള്ളൂ. പിന്നെ രാവിലെ അലാറം 8 മണിക്ക് അടിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പല്ല് വെച്ച് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് നേരെ അടുത്ത പരിപാടി വെച്ച് പിടിക്കുക എന്നാണ്. അങ്ങനെ പല്ലേപ്പോൾ കഴിഞ്ഞ ശേഷം നമ്മൾ കുളിക്കാനുള്ള പരിപാടിയിലേക്ക് പോയി. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ചാച്ച, ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അബ്ദുൾ റഹ്മാൻ ചാച്ച നമുക്കായിട്ട് ഓംപ്ലേറ്റും അതിനുകൂടെ തന്നെ കാശ്മീരിൻ്റെ തനതായ റൊട്ടി, കാശ്മീരി റൊട്ടിയും കൂടെ കൊണ്ടു തന്നു കേട്ടോ. ഈ ഓംപ്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെങ്കിൽ ഈ കാശ്മീർ റൊട്ടി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്.
ഇതിന് കാര്യം ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, ഉപ്പുമില്ല, പുളിയുള്ള, മധുരമില്ല, സാധാരണ ഒരു നോർമൽ റൊട്ടി. കൂടാതെ ഇത് കുറച്ചൊരു കട്ടിയുണ്ട്, വളരെ സോഫ്റ്റ് അല്ല, കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഫുഡ് കഴിച്ച് നമ്മൾ ഏകദേശം പാത്രങ്ങളൊക്കെ സൈഡിൽ വെച്ച ശേഷം പിന്നെ ചാച്ച റൂമിൽ കയറി വന്ന് അപ്പം എന്നോട് ചോദിച്ച് എന്താണ് നിൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന്. അപ്പം ഞാൻ പറഞ്ഞേ ഇന്നത്തെ എൻ്റെ പ്ലാന് ശ്രീനഗർ കംപ്ലീറ്റ് കറങ്ങുക എന്നാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ പുള്ളി ഡിസ്കസ് ചെയ്ത പുള്ളി പറഞ്ഞ് ഇത്രയും സ്ഥലങ്ങൾ മാത്രമല്ല, കൂടാതെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ പോയിട്ടൊരു കാര്യമില്ല. അപ്പം ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം, അതുവഴി വെച്ച് നീ കറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എല്ലാ ഏരിയയും പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞത് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എല്ലാ ഏരിയയിലും കറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ദാൽ ലേക്കിൽ കറങ്ങുക എന്നതായിരുന്നു. പക്ഷെങ്കിൽ പുള്ളി പറഞ്ഞ് ദാൽ ലേക്കിൽ രാവിലത്തെ വ്യൂ ആണ് കുറേ കൂടി അടിപൊളി, അങ്ങനെയാകുമ്പോൾ ദാൽ ലേക്കിൽ രാവിലെ തന്നെ വിട്ടോ. കൂടാതെ ശ്രീനഗറിൽ അത്യാവശ്യം മഴേൻ്റെ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷിക്കാർ റൈഡും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ദാൽ ലേക്കിൽ പോയി ഷിക്കാർ റൈഡ് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിക്കെന്ന് പറഞ്ഞു. കൂടാതെ ഞാൻ ഷിക്കാർ റൈഡിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്തത് പുള്ളി പറഞ്ഞ് അവിടെ പോയിട്ട് ഡയറക്റ്റ് ഷിക്കാർ റൈഡ് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ എനിക്ക് അറിയുന്ന ഒരു പുള്ളിക്കാരൻ അവിടെ ഷിക്കാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ ഷിക്കാരിൽ കറങ്ങി വരാമെന്ന്. അതായത് ഞാനധികം കാശ്മീരിൻ്റെ സ്കാം വീഡിയോസും കണ്ടിട്ടുണ്ട്. നമ്മൾ ഷിക്കാരെ കയറുന്ന സമയത്ത് അവർക്ക് ഫുൾ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ, അതായത് ഒരു റൗണ്ട് ചെറിയ റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ കൊണ്ട് നമ്മളെ തിരിച്ച് ഇറക്കി തരും. എന്നിട്ട് പറഞ്ഞാൽ റൗണ്ട് കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ ചാച്ച നമ്മോട് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനത്തെ സ്കാമും കാര്യങ്ങളൊന്നും ഇവിടെ വരത്തില്ല, എനിക്ക് അറിയുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ ചാച്ച പറഞ്ഞ് എനിക്ക് അയാൾ അറിയുന്നതാണ്, അത് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഷിക്കാർ റൈഡിൽ കയറിക്കോ, എന്നിട്ട് ഫുൾ കറങ്ങി തിരിച്ചെത്തിയാൽ മാത്രം ഫുൾ പേയ്മെൻറ്റും കൊടുത്താൽ മതി. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്കാണ് ഉണ്ടാവുകയെന്ന്. അപ്പം ചാച്ച പറഞ്ഞ് 1000 രൂപയാണ് ഉണ്ടാവുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് അത് കുറച്ച് കൂടുതലല്ലേ. അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങൾ ഷിക്കാരെ കയറിയിട്ട് ഫുൾ കഴിഞ്ഞ് 1000 രൂപയ്ക്ക് വെറുത്താണെങ്കിൽ മാത്രം ഫുൾ എമൗണ്ട് കൊടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് തീരെ പോരാ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ തോന്നുന്നത് അത് മാത്രം കൊടുത്തിട്ട് തിരിച്ച് വന്നാൽ മതി രീതിയിൽ പുള്ളി സംസാരിച്ച്. അത് കേട്ടപ്പോൾ ഞാൻ കുറച്ച് കൺവിൻസ് ആയി. അത് കഴിഞ്ഞപ്പോൾ ചാച്ചനോട് പറഞ്ഞ് എൻ്റെ കൂടെ വന്നാൽ മതി, നമുക്കതിൽ കറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ ഷിക്കാർ റൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പുള്ളി പറഞ്ഞു അതിനുശേഷം അസ്രത് ബാല്, ഗാർഡൻസ് അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്യും കേട്ടോ. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ച് പറയാം. അങ്ങനെ ചാച്ചേൻ്റെ വലിയൊരു ഡിസ്കഷന് ശേഷം ഞാൻ റൂമിന് പുറത്തിറങ്ങി കേട്ടോ. കാരണം ഇന്നലെ നൈറ്റ് കയറി വന്നുകൊണ്ട് തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തിറങ്ങി. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ശ്രീനഗർ ഫുൾ കറങ്ങുക. അതിൽ ആദ്യത്തെ ടാർഗറ്റ് ഷിക്കാർ റൈഡ്. അപ്പോൾ നമ്മൾ ഷിക്കാർ റൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഷിക്കാരേക്ക് പോവാണ്. ശ്രീനഗറിൽ രാവിലെ തൊട്ടേ നല്ല മഴക്കാറുള്ള ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷേങ്കിൽ ആ ക്ലൈമറ്റ് ഒന്നും വകവയ്ക്കാതെ ഞാനും ചാച്ചയും ദാൽ ലേക്കിലേക്ക് നടന്നു കേട്ടോ ഷിക്കാരെ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നിൽക്കുന്നത്, അതായത് ഞാൻ ഇന്നലെ നിന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാർബർ ഷാ. ബാർബർ ഷോപ്പല്ല കേട്ടോ, ബാർബർ ഷാ. ശ്രീനഗറിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബാർബർ ഷാ. ഇവിടെ നിന്ന് ദാൽ ലേക്കിലേക്ക് 1 കിലോമീറ്ററിൻ്റെ അടുത്തേ ദൂരമുള്ളൂ. അപ്പം നമുക്ക് ദാൽ ഗേറ്റിലേക്ക് 2 വഴിക്ക് സഞ്ചരിക്കാം. ആദ്യത്തെ വഴി എന്താണെന്ന് വെച്ചാൽ നടന്നു പോവാം, രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ഓട്ടോന് പോവാം. അപ്പം ഞാൻ തീരുമാനിച്ച് നടന്നിട്ട് തന്നെ പോവുക. അതായത് നടക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അപ്പോൾ നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം നടന്ന് പോകുന്നത് തീരുമാനിച്ചു. കൂടാതെ മോർണിംഗ് വാക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നി. പക്ഷെങ്കിൽ മഴ ചെറിയ വില്ലനായിരിക്കും തോന്നി കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ചെറിയതായിട്ട് മഴ പെയ്ത്. അപ്പോൾ ചാച്ച പറഞ്ഞ് നടന്നു പോയിട്ട് നമ്മൾ മിക്കവാറും നനഞ്ഞിട്ട് അവിടെ എത്തലുണ്ടാവും, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ വിളിച്ച് പോകാമെന്ന്. അങ്ങനെ ഓട്ടോന് കൈ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് 1 കിലോമീറ്റർ ഓട്ടോന് പോകാൻ 200 രൂപയാണ് ആദ്യത്തെ ഓട്ടോക്കാരൻ പറഞ്ഞത്. അയാളെ പറഞ്ഞയച്ച് അങ്ങനെ വേറൊരാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു 100 രൂപ. ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീനഗറിൽ സ്കാമിൻ്റെ കാര്യത്തിൽ, അതായത് കാശ്മീർ, ശ്രീനഗർ എല്ലാ ഏരിയയിലും ഈ സ്കാം വളരെ കൂടുതലാണ്. കൂടാതെ ഈ ഇലക്ട്രിക് ഓട്ടോ ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ ഇലക്ട്രിക് ഓട്ടോന് ഓടാനായിട്ട് 1 രൂപ പോലും ചിലവില്ല. ഡീസലല്ല, പെട്രോളല്ല, വെറും കറണ്ട് ചിലവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അയാളും പോയി. അതിനുശേഷം മറ്റൊരു ഓട്ടോക്കാരൻ വന്നപ്പോൾ അയാൾ പറഞ്ഞ് 1 കിലോമീറ്റർ 50 രൂപ.
അത് അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ട് ഞാനും ചാച്ചി പറഞ്ഞു ഓക്കെ 50 ഓക്കെ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയിട്ട് ദാൽ ലേക്കിലേക്ക് പോയിട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ ദാൽ ഗേറ്റിൻ്റെ അവിടെ എത്തിട്ടോ. അങ്ങനെ ദൂരെ നോക്കിയപ്പോൾ ദോണ്ടെ വരിയായിട്ട് കുറേ ഷിക്കാരിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ നല്ല കണ്ണിനൊക്കെ നല്ല അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നല്ല മഴക്കാറുണ്ടെങ്കിലും ആ ഒരു ഷിക്കാരൻ്റെ ആ ഒരു ഗാംഭീര്യവും എടുപ്പൊക്കെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തന്നു കേട്ടോ. അങ്ങനെ ഓട്ടോക്കാരന് ഒരു 50 രൂപ കൊടുത്ത ശേഷം ഞാനും ചാച്ചയും ഷിക്കാരെ കയറാനായിട്ട് നടന്നു. അങ്ങനെ ഷിക്കാരൻ്റെ അടുത്തെത്തിയപ്പോൾ ചാച്ച അദ്ദേഹത്തിൻ്റെ ദോസ്തിനെ വിളിച്ച് അങ്ങനെ ദോസ്ത് പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ പുള്ളി നമ്മുടെ അടുത്ത് വന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഷിക്കാരെ കയറുന്നത്. തോണിയിലൊക്കെ മുന്നേ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഷിക്കാരെ കയറുന്നത്. അങ്ങനെ ഉള്ളിൽ കയറിയിരുന്നപ്പോൾ തന്നെ നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ. ഞാനങ്ങനെ ഉള്ളിൽ കയറിയിരുന്നപ്പോൾ ചാച്ചയും ഷിക്കാരേൻ്റെ ആ ഓണറും കൂടി എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ചാച്ചയും നമ്മളെ കൂടെ ഉള്ളിൽ വന്നിരുന്നു. അങ്ങനെ ചാച്ച വന്നിരുന്ന് ഒരു 5 മിനിറ്റുള്ളിൽ ഷിക്കാര എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഷിക്കാരിൽ ഇങ്ങനെ കയറി മെല്ലെ മെല്ലെ പോകുന്ന സമയത്ത് ചുറ്റുപാടിലും കുറേ ഫാമിലിയും കപ്പിൾസും കാര്യങ്ങളൊക്കെ ഷിക്കാരെ കയറാനായിട്ട് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ഇരിക്കെ നമ്മുടെ തൊട്ട് സൈഡിൽ കൂടി ഒരു ഷിക്കാരിൽ ഫാമിലി കടന്നു പോയിട്ടോ. നോക്കിയേ, ഈ ഏരിയ സൂം ചെയ്തിട്ടില്ല. ഇവിടെ ഒരു മലനിര കണ്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ പേരാണ് ശങ്കരാചാര്യ ടെമ്പിൾ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് അവിടെ പോകണം എന്നെ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ മഴയും കാര്യങ്ങളും ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ നമ്മളെ ഇന്നത്തെ അവസാനത്തെ, അതായത് ദിവസത്തിൻ്റെ അവസാനത്തെ ടാർഗറ്റാണ് ആ ശങ്കരാചാര്യ ടെമ്പിൾ. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാച്ച നമുക്ക് അദ്ദേഹം ഗൈഡൻസ് ഒക്കെ തന്നു തുടങ്ങിട്ടോ. നിങ്ങളൊന്ന് കേട്ടു. അങ്ങോട്ട് റോഡിന്റെ പേരാണ് ബിൽവാഡ്. First Shankaracharya temple. ठीक है. Then after Chishma Shahi. ठीक है. Then Vertical Garden. Then Nishad Garden. ठीक है. Then Shalimar. Then Hazrat Bal Mosque. ठीक है. Nigin Lake. And Jamia Masjid. ചാച്ച എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ശ്രീനഗറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ദാൽ ലേക്കിന് ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്. മുഗൾ ഗാർഡൻ ആയിക്കോട്ടെ, പിന്നെ ഹസ്രത് ബാൽ ആയിക്കോട്ടെ, ചിഷ്മ ചഹ ആയിക്കോട്ടെ, പിന്നെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഈ ദാൽ ലേക്കിന് ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ശങ്കരാചാര്യ ടെമ്പിളിൽ പോയി, അങ്ങനെ മുഗൾ ഗാർഡൻ, അങ്ങനെ ഓർഡർ പോവുകയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരും കവർ ചെയ്തെടുക്കാം. ഈ ദാൽ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒഴുകുന്ന കുറേ മാർക്കറ്റും കാര്യങ്ങൾ ഈ ദാൽ ലേക്കാണ് കേട്ടോ. അതായത് പുറത്ത് എന്തൊക്കെ മാർക്കറ്റ് ഉണ്ടോ ആ കംപ്ലീറ്റ് മാർക്കറ്റ് ഈ ദാൽ ലേക്കിലുണ്ട്. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം കൂടി കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇയാളുടെ വ്യാപാരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാല, വള, മോതിരം, ഈ മാലയും വളയും മോതിരം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മുത്തും പവിഴം കൊണ്ടൊക്കെ കേട്ടോ. ഈ ശ്രീനഗറിനെ കുറിച്ചുള്ള വീഡിയോയിൽ അധികം കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് സ്കാമുകളും കാര്യങ്ങളും വളരെയധികം കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ ദാൽ ലേക്കിൽ. അങ്ങനെ ഇരിക്കെ ഈ ദാൽ ലേക്ക് നമ്മൾ എന്ത് വാങ്ങുന്നോ അതിൻ്റെ പകുതിയോ അതിൽ കുറഞ്ഞ വിലയ്ക്കോ നമുക്ക് പുറത്തുള്ള മാർക്കറ്റിൽ സാധനം കിട്ടും. അങ്ങനെ ഇരിക്കെ അയാൾ എനിക്കൊരു മാല കാണിച്ചു കേട്ടോ. തുടക്കത്തിൽ അയാൾ പറഞ്ഞാൽ 200 രൂപയാണ് വില എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് ഈ 200 രൂപ എനിക്ക് തരാൻ പറ്റില്ല, ഈ പുറത്തുള്ള മാർക്കറ്റിൽ ഞാൻ ഈ സെയിം സാധനം കണ്ടിട്ടുണ്ട്, അവിടെ 100 രൂപയുള്ളൂ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ് പുറമേ ഉള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇതാണ് ഒറിജിനൽ, ഞാൻ ഇത്ര കൊല്ലത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേ ആൾ തട്ടിവിട്ട് ഞാനുണ്ട് ഇവിടുന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട, ഞാൻ പുറമേ നിന്ന് വാങ്ങിക്കൊള്ളാം. അങ്ങനെ അയാൾ വേറൊരു മാല കാണിച്ചിട്ട് പറഞ്ഞ് ഇതിന് വെറും 100 രൂപ വില ഉള്ളൂ, ഇത് ഭയങ്കര പ്രഷ്യസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു 100 തരാൻ പറ്റില്ല, വേണം 50 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ 50 രൂപയ്ക്കാണെങ്കിൽ ഇതിനേക്കാളും ലോ ക്വാളിറ്റി ഉള്ള ഒന്നുണ്ട്, അത് എടുത്തുകൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് മതി. അങ്ങനെ അയാളുടെ മെയിൻ ഷോയും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം അയാൾ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെന്താ ഇടത്ത് ഭാഗത്ത് കുറേ കിങ്കര മരക്കാണ് കേട്ടോ. ഇതാണ് ജൽമുർഗി. അതേ നമ്മുടെ നാട്ടിലെ കുളക്കോഴി ഇല്ലേ, അതന്നെ കേട്ടോ ജൽമുർഗി. ജൽ എന്ന് വെച്ചാൽ വെള്ളം, മുറുകി എന്ന് പറഞ്ഞാൽ കോഴി. സത്യത്തിൽ ആ ദാൽ ലേക്കിൽ അവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഒഴുകി നടക്കുന്നതും പിന്നെ കുറേ ആളിങ്ങനെ പറന്ന് പോകുന്നതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ.
കൂടാതെ ആ ജൽമുർഗിയുടെ പിന്നിൽ കണ്ടോ, ഇതാണ് കേട്ടോ ഹൗസ് ബോട്ട്. അതായത് ശ്രീനഗറിൽ വരുന്ന സമയത്ത് നമ്മൾ മലയാളികൾ അറിയാത്തൊരു കാര്യമാണ്, ഹൗസ് ബോട്ടിലെ സ്റ്റേ എന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും കായംകുളം, ആലപ്പുഴ ആ ഭാഗത്തുള്ള ഹൗസ് ബോട്ട് എന്താ നമ്മളെ ആ പുഴയെ കൂടി അല്ലെങ്കിൽ കായലിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്ന ടൈപ്പല്ലേ. പക്ഷെങ്കിൽ ശ്രീനഗറിലെ ഹൗസ് ബോട്ട് എന്ന് വെച്ചാൽ കരബോട്ടാണ് കേട്ടോ. ഹൗസ് ബോട്ട് പോലെ ഉണ്ടെങ്കിലും അവ കരയിലാണ് ബന്ധിതമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അറിഞ്ഞിരുന്നോ, ഹൗസ് ബോട്ടല്ല, ഈ ഹൗസ് ബോട്ടൊക്കെ കരയിലാണ് ഉണ്ടാവുക. ഷിക്കാ റൈഡിൽ ശരിക്കും 2 ടൈപ്പ് റൈഡുകളാണുള്ളത്. ഒന്ന് കുട്ടി റൈഡും ഒന്ന് കംപ്ലീറ്റ് റൈഡും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഷിക്കാരെ കയറുന്ന സമയത്ത് മുഴുവൻ റൈഡ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കഴിയുമ്പോഴാണ് മുമ്പോട്ട് മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നമ്മൾ നന്നായി ബാർഗൻ ചെയ്ത് നല്ല റേറ്റും കാര്യങ്ങളും കുറച്ച ശേഷം എന്ത് ചെയ്യുക, ഫുൾ കറങ്ങുന്ന രീതിയിൽ ഷിക്കാര എടുത്തിട്ട് റൈഡ് ചെയ്യുക കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ശങ്കരാചാര്യ ടെമ്പിളിലെ ആ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഇത് കണ്ടില്ലേ, ഇത് വഴിയാണ് ആ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകട്ടോ. ചെറിയ ദൂരമൊന്നുമല്ല, കുത്തുള്ള കയറ്റാണ്. ഏകദേശം 1 വേ തന്നെ 7 കിലോമീറ്ററിന് മേലുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ വളരെ വ്യക്തമല്ല, എന്നാലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൂരെ നമ്മുടെ നാട്ടിലെ സെയിം ഹൗസ് ബോട്ട് ഇവിടെയുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര വലുപ്പമില്ലെങ്കിലും അതിനേക്കാളും ചെറിയ വേർഷനായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുക ഇതാ നമ്മുടെ ജൽമുർഗി അല്ലെങ്കിൽ നമ്മുടെ കൊളക്കോഴി വെള്ളത്തിൽ നിന്ന് എന്തൊക്കെയോ തിന്നും പിന്നെ കളിച്ചും ഉല്ലസിച്ചും ഇങ്ങനെ പറന്നു പോയി കേട്ടോ. നേരത്തെ നമ്മളെടുത്ത് ഒരു മാലയുടെ ആളാണ് വന്നിട്ടുള്ളെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു തൊപ്പിക്കാരൻ കേട്ടോ. സത്യത്തിൽ ഓരോ തൊപ്പിയുടെയും വില കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വെറും ഒരു തൊപ്പിക്ക് 500-600 റേറ്റ് പറയുന്നത്. അവർ പറയാൻ എന്താന്ന് വെച്ചാൽ ഇതാണ് ഒറിജിനൽ ലെതർ, അതാണ് ഇത്ര പൈസ, ഫാക്ടറിയിൽ നിന്നാണ് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ബാർഗൻ ചെയ്യണമെങ്കിൽ അവസാനം 200-100 ആ റേഞ്ചിലൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടും. പക്ഷെങ്കിൽ നമ്മൾ ബാർഗൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇരിക്കെ നമ്മൾ ദാൽ ലേക്കിൻ്റെ വിശാലമായ പരപ്പിൽ നിന്ന് ഒരു കനാലിലേക്ക് കയറി കേട്ടോ. ഇവിടെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും മുഴുവൻ സ്റ്റോറുകളുള്ളത്, കടകളും കാര്യങ്ങളും മാർക്കറ്റും ഫാക്ടറിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കതിലേക്കൊക്കെ വരാം. അയ്യോ, നമ്മളെ പിന്നിൽ നമ്മളെ തോണിക്കരൻ, നമ്മളെ ചാച്ചേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുലാം കാസിർ എന്നാണ് കേട്ടോ. ഗുലാം കാസിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുക്കുന്നോ അത് ശരിക്കും മുതൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല. കാരണം അത്രയും വെയിറ്റ് വെച്ച് നമ്മൾ 3.5 മണിക്കൂർ തുഴഞ്ഞ് മറുകരെത്തിച്ച് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് അത്രയ്ക്കും വലുതാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ നാട്ടിലുള്ള റോഡൊക്കെ ചേർന്ന ജംഗ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 4 കനാല് ചേരുന്ന ഒരു ജംഗ്ഷൻ കാണുന്നു കേട്ടോ. അത് വളരെ കൗതുകമായിട്ട് തോന്നി. ഇതേ നോക്കിയേ, നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു ചെറിയൊരു മാഗി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. പക്ഷെങ്കിൽ അയാൾ കുറച്ചൊരു ഹൈടെക്കാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ മോട്ടറൊക്കെ ഉണ്ട്. അങ്ങനെ തുഴഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല, ഫുൾ മോട്ടർ സംവിധാനത്തിലാണ് പുള്ളി ഷിക്കാര ഓടിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ കയ്യിൽ നല്ല ജാക്കറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ജാക്കറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചാച്ചനോട് പറഞ്ഞപ്പോൾ ചാച്ച പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് ജാക്കറ്റിൻ്റെ, അതായത് ലെതർ ജാക്കറ്റിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് വില കൂടുതലാണെങ്കിൽ പോലും നല്ല സാധനം കിട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ വഴി വണ്ടി പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചാച്ച പറഞ്ഞ് ആ വഴിയാണ് നമ്മൾ വണ്ടി പോകുന്നത്, അവിടെ എത്തുമ്പോൾ സൈഡാക്കി തരാം, അങ്ങനെ നമുക്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഷിക്കാരെ ചെറുതായിട്ട് സൈഡാക്കിയിട്ട് പറഞ്ഞ് ആ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങി വന്നോ, അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയിട്ട് അതിലുള്ള എല്ലാ ജാക്കറ്റും തലങ്ങും വിലങ്ങും ഫുള്ള് ചെക്ക് ചെയ്ത ശേഷം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ജാക്കറ്റ് എടുത്തിട്ടോ. അതിൽ കുറേ സമയം ഞാൻ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ കണ്ടില്ലേ, ഈ ഒരു ലൈൻ പോലെ വരുന്നതുകൊണ്ട് വളരെ ഡിസ്റ്റർബൻസ് ആയി തോന്നി കേട്ടോ നമ്മളെ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ അതിൽ മെജോറിറ്റി ഭാഗം ഞാൻ കട്ടാക്കിയിട്ട് വളരെ കുറച്ചിട്ടോ. അങ്ങനെ ഒരു ജാക്കറ്റ് എടുത്ത് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മീന ബസാർ, അതായത് ഡൽഹിയിൽ വേറൊരു മീന ബസാറുണ്ട്, അതുപോലെ നമ്മൾ ദാലിലേക്കുള്ള മീന ബസാറാണ് കേട്ടോ. അത് നമ്മളുടെ ആ വലത്തു ഭാഗത്ത് കാണുന്ന
ആ ഒരു ഷോപ്പില്ലേ, ശരിക്കും ആ ഷോപ്പല്ല, അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷിക്കാര ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ഷിക്കാരയുടെ വിലയും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചാച്ചനോട് ചോദിച്ചു കേട്ടോ, ഷിക്കാര എത്ര വിലയാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ചാച്ച തന്നെ പറയാൻ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. चाचा शिकारे का रेट कितना आसपास? शिकारे का पैसा कितना मतलब 5 लाख में बनता है। हाँ 5 लाख है। हाँ 3 लाख 2 लाख। ये जुमदार ये जो है ना महंगा लकड़ी है। इसका देवदार जीवदार देवदार 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 हाँ देवदार is calling this लकड़ी। ഓ ठीक है ദേവദാരല്ലേ ആ സംഭവം തോന്നുന്നുണ്ട്. അപ്പൊ Very expensive. ആ ഇത് വളരെ എക്സ്പെൻസീവ് ആയ Their food is 5,000 rupees 5000 rupees है. for food here. इतना पैसा इतना Yeah. ओह Before was very cheap. 10,000, 20,000, 50,000. Now day by day of course. എൻ്റെ മക്കള് നമ്മൾ 5 ലക്ഷം റുപ്യ മേൽക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിമാലയൻ ബൈക്കിലടക്കം 1.5 ലക്ഷം 3 ലക്ഷം റുപ്യ 2 ലക്ഷം അടുത്ത റേറ്റ് ഉള്ളൂ. ഇത് 5 ലക്ഷം റുപ്യ തോണിയല്ലേ ഇത് ഇത്രയും. അങ്ങനെ കനാലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ദാൽ ലേക്കിൻ്റെ വിശാലമായ ഓളപ്പരപ്പിലേക്ക് വീണ്ടും പോയിട്ടോ. അങ്ങനെ പോയി നമ്മൾ കാറ്റും മഴയും, നമ്മൾ ഷിക്കാറുള്ള സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ പെയ്തെങ്കിലും പിന്നെ നമ്മളെ മഴ വല്ലാതെ ശല്യപ്പെടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ മഴ വന്നു പോയി. അങ്ങനെ ഇരിക്കെ രാവിലെ ഏകദേശം 10:30 ആ ടൈമിലാണ് കേട്ടോ ഷിക്കാരെ കയറുന്നത്. അങ്ങനെ 11:30, 12:30, 1:30, 1:45 ഞാൻ തിരിച്ച് ഷിക്കാരയിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. സത്യത്തിൽ 3-3.5 മണിക്കൂറിൻ്റെ ആ ഒരു യാത്ര നിങ്ങൾ ശ്രീനഗറിൽ, അതായത് കാശ്മീർ ട്രിപ്പിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രയാണ്. കാരണം ആ ഒരു യാത്ര വല്ലാതെ നമ്മളെ റിലാക്സ് ആക്കും. അതായത് കാശ്മീരിന് ഓരോ സീസണിലും ഓരോ ഭംഗിയാണ്. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഈ ദാലിലേക്ക് കംപ്ലീറ്റ് ഫ്രീസും കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഫെബ്രുവരി ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഒരു പകുതി ഫ്രീസായിട്ട് അതിൻ്റെ ഭംഗി ഉണ്ടാവും. ജൂൺ ജൂലൈയിൽ വരുമ്പോൾ മറ്റൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കാശ്മീർ വരികയാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ട് ചെയ്യേണ്ട റൈഡാണ് ഷിക്കാർ റൈഡ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മുടെ ഷിക്കാര യാത്ര ഇവിടെ അവസാനിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര എന്നല്ല, ഈ യാത്രയിൽ ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത്രയും വലിയ പോർഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 2.25 മണിക്കൂർ കട്ടാക്കിയാണ് ഞാൻ 15-14 മിനിറ്റിൻ്റെ ഉള്ളിലാക്കി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മളെ ഷിക്കാർ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഹസ്രത് ബാലിലേക്ക് പോവുക എന്നതാണ്. അങ്ങനെ ഷിക്കാരിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹസ്രത് ബാലിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചാച്ചനോട് വെച്ച്, ചാച്ച എനിക്ക് ഹസ്രത് ബാലിലേക്ക് പോകണം, എങ്ങനെയാണ് പോവുക? അപ്പം ചാച്ച പറഞ്ഞ് ഏകദേശം കുറച്ച് മുന്നോട്ട് പോയി, അതായത് ബാർബർ ഷാ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ ദാൽ ലേക്കിൻ്റെയും ബാർബർ ഷാൻ്റെയും ഒത്ത നടുക്കായിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ്റെ പേരാണ് മമത ജംഗ്ഷൻ. അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഹസ്രത് ബാലിലേക്ക് പോകാൻ ബസ്സാണെങ്കിലും ഓട്ടോ ആണെങ്കിലും കിട്ടുന്നുണ്ടോ. പിന്നുള്ള കാര്യം, ഇവിടെ അധികം ആൾക്കാർക്കും ഹസ്രത് ബാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തണമെന്നില്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ദർഗ എന്ന് പറയുകയാണെങ്കിൽ ദർഗയാണോ രീതിയിൽ അവർ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്ന് വെയിറ്റ് ചെയ്തപ്പോൾ ആദ്യം ഒരു ഓട്ടോക്കാരൻ വന്ന്. അപ്പോൾ ഓട്ടോക്കാരോട് ഞാൻ ചോദിച്ച് ദർഗയിലേക്ക് പോകണം, എത്ര പൈസയാകും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് ദർഗയിലേക്ക് ഇവിടുന്ന് 10-18 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട്, 250 രൂപയാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 250 രൂപയും കാര്യങ്ങളും തരാൻ പറ്റത്തില്ല. അയാൾ പോയി. അതിനുശേഷം ഒരു ടാക്സിക്കാരൻ വന്ന്. ടാക്സിക്കാരനും ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞു 250-300 രൂപ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത ശേഷം ബസ് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബസ് കയറി ഇരുന്ന്. ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓട്ടോക്കാരൻ 250 പറഞ്ഞതും ടാക്സിക്കാരൻ 300 റേറ്റ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മമത ജംഗ്ഷനിൽ നിന്ന് ഹസ്രത് ബൽ അല്ലെങ്കിൽ ദർഗയിലേക്കുള്ള ബസ് ചാർജ് വെറും 15 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ കാശ്മീരിൽ നമ്മളെ സ്കാം വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് ആ 250 രൂപയുടെ ഓട്ടാണ് ആ 15 രൂപ കിട്ടിയത്.
ഞാൻ ഈ വീഡിയോയിൽ അധികം പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് കാശ്മീർ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ വളരെയധികം ഹെൽപ്ഫുള്ളാകും. നേരെ മറിച്ച് 250 രൂപയല്ലേ ഉള്ളൂ, അത് വലിയ പൈസയാണോ എന്ന് തോന്നുന്നവർക്ക് ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും വിളിച്ചു പോകാം കേട്ടോ. അങ്ങനെ ഞാൻ മംത ജംഗ്ഷനിൽ നിന്ന് ഹസ്രത്ത് ബല്ലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സിലും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളും കിട്ടി, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂടാതെ ഇത് മാർച്ച് മാസമാണല്ലോ, അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും 10ാം ക്ലാസ്സുകാർക്കും +2കാർക്കും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ വെച്ചിട്ട് കുറേ കുട്ടികളെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട്, അതിൽ മെജോറിറ്റി പരിചയപ്പെട്ട് പെൺകുട്ടികളായിരുന്നു. പക്ഷെ അവർ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ ഏരിയയൊക്കെ സ്കിപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ ഹസ്രത്ത് ബൽ എന്ന ദർഗയിൽ ബസ് ഇറങ്ങി അവിടേക്ക് നടക്കാം കേട്ടോ. ബസ് ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം 200-250 മീറ്റർ നടന്നിട്ട് വേണം നമ്മൾ ഹസ്രത്ത് ബൽ എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഹസ്രത്ത് ബൽ എന്ന പേര് എന്നെ വല്ലാണ്ട് ആശ്ചര്യപ്പെടുത്തി കേട്ടോ. അങ്ങനെയിരിക്കെ എന്താണ് ഈ ഹസ്രത്ത് ബൽ എന്നറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതായത് ഹസ്രത്ത് എന്നാൽ ആദരണീയമായത് എന്നാണ് ഉറുദുവിൽ അർത്ഥം. കൂടാതെ ബാൽ എന്ന മുടി, അതായത് ഹസ്രത്ത് ബാൽ എന്ന് വെച്ചാൽ ആദരണീയമായ മുടി. അപ്പോൾ എന്താണ് ഈ ഹസ്രത്ത് ബാൽ, അതായത് ആദരണീയമായ മുടി എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും സെർച്ച് ചെയ്തപ്പോഴും മനസ്സിലായത് ഇവിടെ ഇസ്ലാം മതവിഭാഗത്തിൻ്റെ ആദരണീയമായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ താടിയുടെ ഒരു ഇട ഇവിടെ സൂക്ഷിച്ചതായിട്ടാണ് അറിയുന്നത്. അങ്ങനെയുള്ള കൗതുകത്തോടെ ഞാൻ എത്രയും പെട്ടെന്ന് ഹസ്രത്ത് ബാലിലെത്തി അത് കാണാനുള്ള ആകാംക്ഷയോടെ വേഗം നടന്നു കേട്ടോ. ഹസ്രത്ത് ബാൽ എന്ന പള്ളിയിലേക്ക് നമ്മൾ നടന്ന് അടുക്കും തോറും പള്ളിയുള്ള ബാങ്ക് വിളിയും കാര്യങ്ങളും നമുക്ക് വല്ലാത്തൊരു സ്പിരിച്വാലിറ്റി ഫീൽ തന്നു കേട്ടോ. കൂടാതെ നമ്മൾ പള്ളിയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ആകാശത്ത് മുഴുവനും പാറിക്കളക്കുന്ന കുറേ പ്രാവുകൾ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യൂ ഒക്കെ ഞാൻ സിനിമയിലും കാര്യങ്ങളിലും മുമ്പ് കണ്ടിട്ടുള്ളൂ. ജയ്പൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും അധികം കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് ഹലോ വ്ളോഗർ എന്ന് ഒരു വിളി കേട്ട് അങ്ങനെ ഞാൻ ഓട്ടോയിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് ഒരു ഇക്കാക്ക. പുള്ളിക്കാരൻ്റെ പേര് സുലൈമാൻ എന്നാണ്. അങ്ങനെ സുലൈമാനിക്ക് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം, കാര്യങ്ങളൊക്കെ സംസാരിച്ച്. കൂടാതെ പോരാൻ നേരത്തെ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ അരുൺ മഹിജ എന്നാണ് യൂട്യൂബ് ചാനൽ. അങ്ങനെ പുള്ളി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ നിന്നപ്പോൾ ഒരു പയ്യൻ വന്ന് നമ്മളോട് ഇതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സുലൈമാനിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഇത് ഞാൻ മലയാളത്തിലാണ് എടുക്കുക, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഏരിയ കട്ട് ചെയ്യരുത്, എന്നെയും കൂടെ ഉൾപ്പെടുത്തണേ, ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരനോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ പള്ളിനുള്ളിലേക്ക് കയറാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഇവിടെ നീല കളർ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന കാക്ക എന്നോട് പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല, ഇപ്പോൾ ഉള്ളിൽ എന്തോ നമസ്കാരമോ അങ്ങനെ എന്തോ ഒരു വിശിഷ്ടമായ എന്തോ കാര്യം നടക്കുകയാണ്, പരിപാടി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ ഞാൻ ആ കാക്കനോട് പറഞ്ഞ്, ഇക്ക ഞാൻ ഹിന്ദുവാണ്, മുസ്ലിം അല്ല, എനിക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോയെന്ന്. അപ്പോൾ കാക്ക പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഷൂ അഴിച്ച ശേഷം ഉള്ളിൽ കയറാം, ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്ത് പള്ളിയുടെ ചുറ്റുപാടും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഇടത്ത് ഭാഗത്ത് കൂടെ ഒരു വഴിയുണ്ട് താഴോട്ടേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ ആ വഴിയിൽ താഴോട്ടെത്തിയപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. കാരണം നല്ല ഭംഗിയുള്ള വ്യൂ. നിങ്ങളിപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ദാൽ ലേക്ക് കേട്ടോ. ദാൽ ലേക്കിൻ്റെ തീരത്താണ് ഈ ഹസ്രത്ത് ബാൽ ദർഗ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇവിടെ കാണുന്ന ഈ മരങ്ങളൊക്കെ ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് ഇല പോയിട്ടുള്ളത്. ഇതൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ഫുള്ള് പച്ച കളറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ചിനാർ എന്നാണ് ഈ മരത്തിൻ്റെ പേര്. അങ്ങനെ അത് കഴിഞ്ഞ് ദാൽ ലേക്കിൻ്റെ തീരത്തേക്ക് ഞാൻ നടന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒരു 1/4 മണിക്കൂർ ഇരുന്ന ശേഷം എൻ്റെ അടുത്ത് ഒരു കാക്ക വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഹസ്രത്ത് ബല്ലെ മാർക്കറ്റ് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അയാൾ പറഞ്ഞ്, ദോണ്ടേ മുന്നോട്ട് പോയാൽ അവിടെ കുറച്ച് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോ, എന്തായാലും ഇവിടുത്തെ ഫംഗ്ഷൻ കഴിയാൻ കുറച്ച് സമയം പിടിക്കുന്നു. അങ്ങനെ ഞാൻ മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഒരു കടയിൽ മുന്നിലെത്തിയപ്പോൾ ഒരു ഇക്ക എന്നോട് ചോദിച്ച് മാഗ്നറ്റ് വേണോന്ന്.
आपके कैसे मालूम मुझे मैग्नेट चाहिए? कैसे आप? ठीक है. कहाँ रहते भाईजान? കേരള. കേരള മലപ്പുറം കോഴിക്കോട്. കോഴിക്കോട്. അരെ വാ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ കാക്ക പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ സാവധാനത്തിൽ നോക്കിക്കോ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഇക്ക എൻ്റെ അടുത്ത് എഴുതിയിട്ട് ഓരോ മാഗ്നറ്റും എടുത്തെടുത്ത് നിങ്ങൾക്ക് ഇത് ഇന്ന സ്ഥലമാണ് ഇന്ന സ്ഥലമാണ് അങ്ങനെ പറഞ്ഞ് ഓരോ മാഗ്നറ്റും എടുത്തെടുത്ത് കാണിച്ചിട്ടോ. അപ്പോഴാണ് ഞാൻ ഇക്കാനോട് ഇക്കാൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു മുബഷിർ എന്നാണ് എൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ടോട്ടൽ 4 മാഗ്നറ്റ് വാങ്ങിയ ശേഷം ആ മുബഷിർ ഇക്ക എന്നോട് പറഞ്ഞ് 4 2 കൂടെ വാങ്ങിക്കുക, ഈ 2 ഫ്രീ ആയിട്ടാണ് എൻ്റെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം എനിക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഇക്കനോട് ചോദിച്ചു ഇക്ക എന്തുകൊണ്ടാണ് ഇവിടെ ഹസ്രത് ബാൽ അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഇക്ക എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എങ്ങനെ ഹസ്രത് ബാലിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ കുറച്ചു നേരം ഇക്ക പറയുന്ന കേട്ട ശേഷം ഞാൻ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കേട്ടോ. ठीक है. उनका मोई मुबारक, मोई मोई बोलते हैं दाढ़ी को. दाढ़ी को ठीक है. उनका दाढ़ी का यहाँ पे मोई मुबारक, हम बाल नहीं, दाढ़ी का बाल नहीं बोल सकते, हम बोलते हैं मोई मुकद्दस. ओके ठीक है. मोई मुकद्दस ठीक है. वो यहाँ पे है अंडर, वो यहाँ पे अंडर सिक्योरिटी है. एक शीशे में वो होता है, वो साल में 5-6 बार दिखाते हैं और हर नमाज के बाद दिखाते हैं. वो हर नमाज में അതായത് 5 ഇസ്ലാം മതവിഭാഗത്തിന്റെ വളരെ ആദരണീയനായ മുഹമ്മദ് നബിയുടെ താടിയുടെ ഇഴയാണത്. അത് ഇവിടത്തെ പള്ളിയുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് എല്ലാ സമയമൊന്നും കാണാൻ പറ്റത്തില്ല. ഈ പള്ളിയിൽ വർഷം തോറും നടക്കുന്ന 2-3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ട്. ആ ഒരു ഫങ്ഷൻസ് മാത്രമേ ആ താടിയുടെ മുടിയുടെ കാണാൻ പറ്റുള്ളൂ. കൂടാതെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. വളരെ സെലക്റ്റീവായ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. കൂടാതെ തൊട്ടടുത്തൊന്നും കാണാൻ പറ്റില്ല. ഏകദേശം ഒരു 10-20 മീറ്റർ വിട്ട് നിന്ന് വളരെ ദൂരത്ത് നിന്നാണ് കാണാൻ പറ്റുക. പള്ളിയുടെ ഏറ്റവും മുകളിലെ ഗോപുരത്തിൻ്റെ അവിടെയാണത് വെക്കുക. അപ്പം നമ്മൾ ദൂരെ നിന്ന് കണ്ട് മടങ്ങണം എന്നാണ് ഈ ഇക്ക എന്നോട് വിശദീകരിച്ചത്. അങ്ങനെ പള്ളിയുടെ കുറച്ചധികം നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളും അറിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങി വീണ്ടും നടന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ദാൽ ലേക്കിലേക്ക് ചെറിയൊരു കവാടം കണ്ടത്. അപ്പോൾ അവിടേക്ക് വീണ്ടും ഞാൻ എൻട്രി ചെയ്തു കേട്ടോ. അങ്ങനെ ഇരിക്കെ അവിടെ കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്താണ് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫങ്ഷൻസും കാര്യങ്ങളും ഫിനിഷ് ആയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നു. അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് നടക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു സ്ഥലം കൂടെ കണ്ടത്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം പള്ളിയുടെ ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കെ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് പിന്നിലൊരു സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അയാളെ പരിചയപ്പെട്ടപ്പോഴാണ് അയാൾ പറഞ്ഞത് അയാളുടെ പേര് ഇഷ്തിയാഖ് എന്നാണ്. അപ്പോൾ ഞാൻ മലയാളം എങ്ങനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ബീഫാം മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നൊക്കെ അറിയില്ല, അവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഏകദേശം വാട്സപ്പിൽ നമ്പർ വാങ്ങി ഞാൻ അവിടുന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് നടന്നിട്ടോ. വീണ്ടും നമുക്കൊരു മലയാളം പറഞ്ഞ ഒരുത്തരെങ്കിലും കിട്ടി. ഇവിടെ വന്നിട്ട് ഒരു മലയാളികളെ കണ്ടില്ലാതെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരുത്തനെ കിട്ടി. ഇഷ്തിയാഖിനെ കണ്ട ശേഷം എനിക്ക് വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു എത്രയും പെട്ടെന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് വരാനായിട്ട്. കാരണം അടുത്തൊരു ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പള്ളിയുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കണ്ട് തിരിച്ചിറങ്ങി വരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചധികം സ്പീഡിൽ നടന്നു കേട്ടോ. അങ്ങനെ കാല് കാണുന്ന ബോട്ട് അഴിച്ച് ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ 10 രൂപ പേ ചെയ്യണം കേട്ടോ നമ്മളെ ഷൂ വെക്കാനായിട്ട്. അങ്ങനെ ഇരിക്കെ പള്ളിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളോട് ഞാൻ പള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് പള്ളിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും വിവരിച്ചെന്ന്. അതായത് 1623 ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു സൈനികനുണ്ട്. അദ്ദേഹത്തിന് ഒരു സാദിഖ് ഹുസൈൻ എന്നാണ്. അയാളാണ് ഇവിടെ ആദ്യമായിട്ട് സന്ദർശിച്ച ശേഷം ഇവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. അതിനുശേഷം 1637 ഷാജഹാൻ ചക്രവർത്തി ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇതൊരു പ്രയർ ഹാളാക്കി മാറ്റുകയായിരുന്നു കേട്ടോ. അങ്ങനെ കാലങ്ങൾ കുറേ കടന്ന ശേഷം പ്രവാചകൻ നബിയുടെ ഒരു കുടുംബാംഗമായ സെയ്ദ് അബ്ദുള്ള മദീനയിൽ നിന്ന് കർണാടകയിലുള്ള ബിജാപൂരിലേക്ക് താമസം മാറി വരികയും അദ്ദേഹമാണ് പ്രവാചകനായ നബിയുടെ താടിയിഴ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയിരിക്കെ മുഗൾ ചക്രവർത്തിയെ ഔറംഗസീബ് ബീജാപൂർ ആക്രമിക്കുകയും
സെയ്ദ് അബ്ദുള്ളയിൽ നിന്ന് താടിയുടെ ഇട പിടിച്ചടക്കുകയും അതുകൊണ്ട് വന്നിട്ട് ദർഗയിൽ സൂക്ഷിക്കുകയും അതിനുശേഷമാണ് ഈ ദർഗ എന്ന പേര് മാറി ഇത് ഹസ്രത്ത് ബൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. അങ്ങനെയൊക്കെ ഇത്രയും ദൂരം ഞാൻ വന്നതാണല്ലോ. അപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്ന ഒരാൾ ഞാൻ ചോദിച്ച് ഞാൻ ഉള്ളോട്ട് കയറി കാര്യങ്ങളെല്ലാം കണ്ടോട്ടെ എന്ന്. അപ്പം എന്നെ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മളൊരു ഹിന്ദു ആയതുകൊണ്ട് പിന്നീട് ഞാൻ ഹിന്ദു ആണെന്ന് അറിഞ്ഞാൽ പ്രശ്നം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അവരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഹിന്ദുവാണ്, മുസൽമാനല്ല. അപ്പോൾ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളും കണ്ടോ. പക്ഷേ ഒരു കണ്ടീഷനിൽ നിങ്ങൾ വീഡിയോയും കാര്യങ്ങളും സ്ട്രിക്റ്റ് അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടോന്ന്. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഉള്ളിൽ കയറി കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടിട്ടോ. എടാ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ക്യാമറ ആണെങ്കിലും ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ക്യാമറ ഒക്കെ ഓഫാക്കി ഉള്ളോട്ട് കയറി അവിടെ കഴിഞ്ഞ് അപ്പം ഞാൻ അവിടെ ഒരാളുണ്ട്, അവിടെ സെക്യൂരിറ്റി അല്ല പള്ളിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കുറിച്ചുകൊണ്ടിരിക്കുന്നു അമ്മേ. അപ്പോൾ എല്ലാ പള്ളിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊല്ലത്തിൽ 4-5 വട്ടം മാത്രമേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ആൾ പറഞ്ഞാൽ അങ്ങനെ കാണിക്കുള്ളൂ, അവിടെ എന്താണ് പുറം ബോർഡുണ്ട്, എപ്പോഴാണ് വരേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഹിന്ദുവാണ്, മുസ്ലിമാനല്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അപ്പോൾ നമസ് കഴിഞ്ഞ് ആർക്കും വന്ന് കണ്ടിട്ട് ഇപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ശരിക്കും മുസൽമാൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഇത്തരം അന്വേഷിക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എൻ്റെ എന്താ പറയുക അതിശയപ്പെടുത്തിയെന്നല്ല, അങ്ങനെ ഒരു സംഭവം എന്താ വെച്ചാൽ അവിടെ ഉള്ളൊരു ഖുറാനുണ്ട്. ഖുറാന് ഔറംഗസീബിൻ്റെ കാലത്തുള്ള ഖുറാൻ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് ഫോട്ടോ എടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഫോട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല, എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആൾക്കാരാണ് നോക്കുന്നത്. അപ്പോൾ ഇടത്ത് ഭാഗത്ത് മറ്റേ ചങ്ങ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും, എന്നതുപോലെ പോയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ്, അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ ഈ ഖുറാൻ എത്ര പഴക്കമുള്ളതാണ്. അപ്പോൾ പറഞ്ഞ് ഔറംഗസീബിൻ്റെ കാലത്തുള്ള ഖുറാനാണ്, ഔറംഗസീബിൻ്റെ കാലത്തുള്ള ഖുറാനാണ് ഉള്ളിലുള്ള. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കേട്ടോ, അതിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനൊരു ഫോട്ടോ എടുക്കാൻ ഇത് കിട്ടി. പിന്നെ നബിയുടെ താടിയുടെ ഭാഗം, ഇപ്പം താടി രോമം ഞാൻ പറയാം, പക്ഷേ അവർ താടി രോമം എന്നല്ല പറയാം, കാരണം അത്രയും വിശിഷ്ടമായ ഒരാളല്ലേ. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും വിശിഷ്ട ഒരാളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടികൾ വേറെന്തോ പേരാണ് പറയുക അത്രയ്ക്കായിട്ട്. അപ്പോൾ നമ്മൾ ഇതോടെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് അപ്പം നമ്മളിനി പുറത്തു പോകണം. പുറത്തുനിന്ന് വെച്ചാൽ പുറത്തുപോയി ഇനി 3 ഗാർഡനും കൂടെ, ഇനി സമയത്ത് 3 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ 3 ഗാർഡൻ കവർ ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പോകും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇന്ന് രാത്രി എത്തിയാൽ മതി. പക്ഷേ ഇവിടെ ഏറ്റവും കോമഡി നല്ല മഴക്കാറുണ്ട്, അങ്ങനത്തെ കാര്യം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കാണാം, ബൈ. ഇപ്പം ടൈം ഏകദേശം ഒരു 3 മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പുറത്തെത്തിയപ്പോഴാണ് ഈ ദർഗയിലുള്ള മനോഹരമായ ദൃശ്യം വീണ്ടും കണ്ടത്. ഇവിടെ കുറേ പ്രാവുകൾക്ക് ഇവിടുത്തെ ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ വാവനെ കണ്ടോ, ആ ചെറിയ വാവ പ്രാവുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നല്ലതൊരു വ്യൂ കിട്ടി. അങ്ങനെ ദർഗയുടെ ഫുൾ വ്യൂ കാര്യങ്ങളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്ത ശേഷം ഞാൻ പുറത്തിറങ്ങി അടുത്ത ഡെസ്റ്റിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ 3 ഗാർഡൻ ഉണ്ട്, ഷാലിമാർ ഗാർഡൻ, നിഷാദ് ഗാർഡൻ, പിന്നെ ഒരു ഗാർഡൻ കൂടി. ആ 3 ഗാർഡൻ നമുക്ക് കവർ ചെയ്യണം. അത് ഒരൊറ്റ റൂട്ടില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ റൂട്ട് പിടിക്കാൻ പറ്റും. വേറെ ടെമ്പിളൊക്കെ ഉണ്ട്, അവിടെ കയറി. എന്തിനാ നമ്മളിനെങ്ങോ എന്തായാലും ഈ ദുനിയാവിലേക്ക് നമ്മളിന്ന് വരാൻ പോകുന്നില്ല അറിയില്ല, മനുഷ്യന്മാരെ അവസ്ഥയല്ലേ. അങ്ങനെ ഹസ്രത്ത് ബൽ ദർഗയിൽ നിന്ന് മുഗൾ ഗാർഡനിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന് ചോദിച്ചപ്പോൾ ഒരു ഇക്കാക്ക എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് സോമു വിളിച്ചിട്ട് പോയാൽ മതിയെന്ന്. അപ്പം ഞാൻ സോമു എന്താണെന്ന് ചോദിച്ചപ്പോൾ കുറേ വട്ടം അയാൾ പറഞ്ഞ് നിങ്ങൾ വൈറ്റ് കളറിലെ ടാറ്റ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് സുമോ ആണെന്ന്. ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ സുമോന് സോമു എന്നാണ് കേട്ടോ പറയുക. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹസ്രത്ത് ബൽ ദർഗയിലെ മാർക്കറ്റ് കൂടിയാണ് കേട്ടോ. ഈ മാർക്കറ്റ് വളരെയധികം ഫേമസ് ആണ്, കാരണം ഇവിടുത്തെ മധുര പലഹാരങ്ങളാണെങ്കിലും പിന്നെ പച്ചക്കറിയും കാര്യങ്ങളും നല്ല വിലക്കുറവിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ അതിലേക്കൊന്നും നിന്നില്ല, കാരണം നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ആ മഴ നന്നായി പെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ 3 ഗാർഡനും വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് എത്തണം. കൂടാതെ ഇപ്പോൾ 4 മണിയോട് അടുത്തായിട്ടുണ്ട്. അപ്പോൾ 3 ഗാർഡൻ നമ്മൾ അര മണിക്കൂർ വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ 6 മണിയോട് അടുത്താവും. പിന്നെ ഇത് റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ 6 മണി to 7 മണി ഇവിടെ വണ്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് 3 ഗാർഡൻ സന്ദർശിച്ച ശേഷം റൂമിലെത്തുക എന്നതാണ് എൻ്റെ ടാർഗറ്റ്. അങ്ങനെ കുറച്ച് നടന്ന ശേഷം ഞാനൊരു ടാക്സി സ്റ്റാൻഡിലെത്തി കേട്ടോ.
जी शालीमार गार्डन जाने के लिए गाड़ी कितनी मिलेगी? गाड़ी मिलेगी उधर। ऑटो मिलेगा। ऑटो मिलेगा। शालीमार या नहीं शालीमार 3 गार्डन है इधर ही। हाँ हाँ तीनों जाने पड़ेगा। 3 गार्डन निशाद गार्डन हाँ, शालीमार गार्डन। गार्डन और रिक्शा पे जा फिर वो बराबर छोड़ेगा। वो 3 गार्डन में छोड़ेगा बराबर। चलिए रिक्शा शालीमार में जाओ, दिखाएंगे, रिक्शा में। उसके बाद निशाद दिखाएंगे, उसके बाद बॉटनिकल गार्डन, गार्डन दिखाएंगे। फिर उधर ही छोड़ेगा डल गेट। डाल दिए। कितना रुपये आसपास आएगा? बोलो आ जा 1000 रुपये? नहीं उतना 3 गार्डन नहीं 1000 रुपये नहीं चलेगा। 800 चलेगा। 800 नहीं चलेगा। 200 चलेगा। निशाद तक लेता है भैया ये 300। शालीमार गार्डन तक इसको दिखाओ शालीमार गार्डन, 3 गार्डन अच्छी और ये मेरे को बॉटनिकल बताइए। गार्डन, होता है। फिर छोड़ना है उधर डल गेट। डाल लेक। हाँ वो गार्डन में चल रहे। कितना पैसा आएगा? अरे बताइए आप पहले। अब बताइए। कितना टाइम लगेगा वहाँ पे? ज़्यादा टाइम लगेगा। 10 मिनट नहीं देखना नहीं बाहर से ही देखना है, अंदर जाना है, अंदर जाना है। अंदर जाना है। कितना टाइम कितना लगेगा? टाइम ज़्यादा लगेगा। बंद है तो टाइम ज्यादा लगेगा। हाँ दरवाजे टाइम लगी ज्यादा। 15 मिनट लगेगा, आधा घंटा। पता नहीं इधर जा रहे हैं भाई, पहले जा रहे हैं। कहाँ से? ये केरला में आ रहे हैं। केरला कोई होता हूँ आएगा साथ में। जी टाइम लगेगा इधर। वो शेयर से टैक्स कुछ- तो शेयर टैक्स मिलेगा तो अच्छा लगेगा। कहाँ पे? इधर किस मिलेगा? टैक्सी मिलेगी नहीं, वो पैसे मांगेगा वो वो आपको ऑटो नहीं में जाओ, ऑटो नया है। शेयर टैक्स ही मतलब 10 बंदा लोकल गाड़ी। लोकल गाड़ी। अच्छा वो होता है ना। हाँ वो वाला ऐसे जाए तो अच्छा लगेगा। अभी ये कितने मिलेगी? यहाँ से सीधे जाओ सीधे। ओ, ठीक है। उधर बस मिलेगा सोमू ओ उसी में हाँ सोमू। ओ ठीक है। शालीमार जा। ओके ठीक है। थैंक यू जा, थैंक यू। सोमू कहाँ है? चिकनगुनिया जी। मेरे को शालीमार गार्डन जाने पड़ेगा। यदि सोमू ऐसा कहाँ है? उधर ही। അങ്ങനെ ആ ടാക്സിക്കാരോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നേരെ കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് സോമു കേട്ടോ സോമു അല്ല സുമോ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അതായത് രാവിലെ നമ്മളെ ചാച്ച നമുക്ക് തന്ന ഓംപ്ലേറ്റും കാശ്മീർ റൊട്ടിയും ഒഴിച്ചാൽ നമ്മൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ വിശപ്പ് നല്ലോണം തുടങ്ങി കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡും കാര്യങ്ങളും തീരെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലാണ്. കാരണം യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് വയറിന് ചെറിയൊരു പണി കിട്ടുകയാണെങ്കിൽ ആ യാത്രയുടെ കംപ്ലീറ്റ് ഭംഗിയും കാര്യങ്ങളും ആ ഒരൊറ്റ കാര്യത്തിൽ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കുക. പഴം, ആപ്പിൾ, മുന്തിരി അങ്ങനെ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സേഫുമാണ്. കൂടാതെ നമുക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് നല്ല ഫ്രഷ് സാധനം അങ്ങനെ ഒരു ടോട്ടലി നമുക്ക് നന്നായി കഴിക്കുകയും ചെയ്യാം, വിശപ്പ് നന്നായി അടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു ഫ്രൂട്ട് സ്റ്റാൾ കണ്ട് അപ്പോൾ അവിടെ കയറി മുന്തിരിയും ആപ്പിളും അങ്ങനെ എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ വാങ്ങിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ച് ആ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ സോമു വന്നു കേട്ടോ. അങ്ങനെ സോമുലേക്ക് കയറി. സോമു കയറിയപ്പോഴാണ് മോനെ ഫുള്ള് മൂഡ്. നിങ്ങളെ കണ്ടു നോക്ക്, നല്ല രസമായിരുന്നു കേട്ടോ യാത്ര. എന്തായാലും കാണും. ക്യാമറ मुझे मत दिखा है। दिखाओ कोई बात नहीं। आपका पूरा चेहरा क्लोज है ना। मैं कैसे देख चैनल का नाम क्या है? अरुण महिजा। हाँ अरुण मतलब मेरा नाम है महिजा, मेरा माता जी का नाम। आप पढ़ रहे 10 क्लास में? अच्छा एग्जाम है ना? मेरा नहीं क्यों? मैं इस साल चढ़ी। हैं? मैं इस साल चढ़ी थी। मैं इस साल चढ़ी हूँ। ठीक है। आप कितने क्लास में पढ़ रहे हैं? क्या? कितना क्लास में पढ़ रहा है? 10th। हाँ। ओके। तो आपका एग्जाम है ना जी? नहीं। हाँ? आपको जाना है? शालीमार मुझे ज़्यादा दूर है ना, शालीमार। हाँ शालीमार। अभी क्यों कहाँ जाना है? बारिश हो रही है।
ब्लॉगिंग करने। अभी 10 दिन का प्लान इधर ही। आज श्रीनगर पूरा, कल गुलमर्ग, सोनामर्ग, पहलगाम। अकेले आए हो? अकेले अकेले? अकेले जिंदगी में पूरा बंदा अकेले अकेले आ रहा है, अकेले जाएगा। इसके बीच में थोड़ा मैं सोच मेरा गिफ्ट दे दूंगा. അങ്ങനെ വണ്ടി ഓരോരോ സ്റ്റോപ്പിൽ നിർത്തി ഇങ്ങനെ പോകുന്നുണ്ട്. സെയിം നമ്മുടെ നാട്ടിലുള്ള ജീപ്പ് കയറി എങ്ങനെയാണോ അതേ സംഭവം എവിടേക്കാണ് നിർത്തേണ്ടത്. അപ്പോൾ അയാൾ പറയാം എനിക്ക് നിർത്തണം, അപ്പോൾ അയാൾ നിർത്തി കൊടുക്കുക, പിന്നെ ഇറങ്ങി മുമ്പ് പോയിട്ട് പൈസ കൊടുക്കുക. സെയിം സെറ്റപ്പാണ് ഇവിടെ. നമ്മളെ കേരള ആണെങ്കിലും ജമ്മു കാശ്മീർ ആണെങ്കിലും ആ ഒരു സെറ്റപ്പിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മളോട് അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ടോ. അങ്ങനെ സോമു കയറിയ ശേഷം ഒരു 20 മിനിറ്റോളം യാത്ര കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ ജീപ്പിലെ ഡ്രൈവർ പറഞ്ഞ് ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യ ഗാർഡനായ ഷാലിമാർ ഗാർഡനിലേക്ക് എത്താൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ടാക്സിയിൽ ഇവിടം വരെ എത്തി. അതായത് എനിക്ക് വയ്യ, ടാക്സിക്കാർ 250 രൂപ പറഞ്ഞെടുക്കുന്നത് 25 രൂപയ്ക്ക് നമ്മൾ അവിടെ ഇവിടെ എത്തി കേട്ടോ. ഷാലിമാർ ഗാർഡൻ ഇവിടെ 3 ഗാർഡൻ ഉണ്ട്. 3 ഗാർഡൻ വിസിറ്റ് അടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഡാലിലേക്ക് പോയിട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ നല്ല മഴക്കാറുണ്ട്. ഇവിടുത്തെ മഴ കണ്ടിട്ടില്ല എങ്ങനെയായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ അണഞ്ഞം പുണഞ്ഞം കുണഞ്ഞം മഴയാണെങ്കിൽ അടപടം കോമഡിയാവും. ഓക്കെ, ടൈം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഷാലിമാറും ഈ 3 ഗാർഡൻ കണ്ടിട്ട് വെച്ചിട്ട് നമ്മൾ ദാലിലേക്ക് പോകും. ദാൽ പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ തൊട്ട് മുമ്പിൽ ഷാലിമാർ ഗാർഡൻ എന്നുള്ള സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. പിന്നെന്താ ഇതൊക്കെ തന്നെ ടീക്ക്. അപ്പോൾ നമ്മൾ ഷാലിമാർ ഗാർഡനിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മോ, വെപ്പൺസ് ആർ നോട്ട് അലൗഡ് ഇൻ ദ ഗാർഡൻ. ടീച്ചറാ നമ്മളെവിടെയൊക്കെ എന്ന് വെച്ചാൽ കണ്ടോ, നമ്മളെവിടെയൊക്കെ എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ റെസ്ട്രിക്റ്റഡ് അല്ല കാണിക്കുക. ഇവിടെ വെപ്പൺസ് ആർ നോട്ട് അലൗഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറണം കേട്ടോ. നല്ല സ്ഥലം കേട്ടോ, നല്ലൊരു കുട്ടപ്പൻ ഏരിയ. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പുറത്തുള്ള സെക്യൂരിറ്റിനെ കാണിച്ചുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയ ഞാൻ ശരിക്കും ഞെട്ടി. സാധാരണ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഫുൾ പൂക്കളും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. സത്യത്തിൽ സുമോലെ ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ പോയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും വന്നതല്ലേ, മുന്നോട്ട് തന്നെ. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. ഹലോ കേരള. कैसा लगा कश्मीर? बढ़िया लग रहा है, बढ़िया एकदम बढ़िया लग रहा है। देखा आपने? नहीं देखा. कल गुलमर्ग जाने का प्लान है. ओके, गुलमर्ग जाने का, पहलगाम जाने का, सोनामर्ग पड़ेगा. पहलगाम जाएगा तो वहाँ भी खेलो इंडिया भी चालू है. हाँ, वहाँ तो बर्फ बहुत है और सोनमर्ग में भी आपको बर्फ बहुत ठीक है. है. तो कितना पर्सन है? एक अकेले अकेला യൂട്യൂബർ हल्का. അങ്ങനെ അയാൾ എന്നോട് യൂട്യൂബറെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതേന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ദോണ്ടേ മറ്റൊരാൾ എൻ്റെ അടുത്ത് വന്നു. ഇയാൾ ആരാന്ന് ചോദിക്കുകയാണ്. ഇയാളാണ് മുഗൾ ഗാർഡനിലെ ഗൈഡ്. അതായത് മുഗൾ ഗാർഡനിലെ കാര്യങ്ങളൊക്കെ എന്താണ്, എവിടെയൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, പിന്നെ ഓരോ പൂക്കളും മരങ്ങൾക്കെല്ലാം ഓരോരോ പ്രത്യേകത ഉണ്ട്, ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ നമ്മളോട് കൂടിയിട്ടുള്ളത്. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞ് ഇവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കാൻ വേണ്ടി ഒരാൾക്ക് 300 രൂപയാണ് എന്ന്. സാധാരണ ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ 300 കൊടുത്ത് കാണുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് ഒന്നുമില്ല. ആ പക്ഷം 300 കൊടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അയാളോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. ഇവിടെ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗാർഡ്, അതായത് കാശ്മീരിൻ്റെ ബെസ്റ്റ് സീസൺ, അത് മഞ്ഞ് കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം. ഇതിനേക്കാളും മുമ്പ് വന്നാൽ കുറച്ചുകൂടി മഞ്ഞ് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പൂത്തുലഞ്ഞ ഗാർഡൻ കാണണമെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ ജൂലൈ പക്ക ആ സമയം വന്നാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഗൈഡ് ഒരു ഫാമിലിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് കണ്ടത്.
അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ഈ വലിയൊരു മരത്തിൻ്റെ പേര് ചിനാർ എന്നാണ്. ആ മരങ്ങളൊക്കെ മുഗളന്മാർ നട്ടതാണ്. അവർക്ക് അത്രയ്ക്ക് സ്പെഷ്യലായ മരമാണ് ഈ ചിനാർ കേട്ടോ. ഈ ഷാലിമാർ ഗാർഡൻ്റെ പിന്നിലെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1619 നമ്മുടെ മുഗൾ രാജാവായ ജഹാംഗീർ ഭാര്യ നൂർജഹാന് വേണ്ടിയിട്ടാണ് ഈ ഷാലിമാർ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ ജഹാംഗീറിന് ഈ ഗാർഡൻ അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഗാർഡൻ സ്റ്റൈലിലാണ് പുള്ളിക്കാരെ ഈ ഗാർഡൻ മുഴുവൻ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. കൂടാതെ ഈ ഷാലിമാർ ഗാർഡൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഡോബ് ഓഫ് ലവ് എന്നാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇത് വെറും ഗാർഡൻ മാത്രമല്ല കേട്ടോ. ഇവിടെ കുറച്ച് അവിടെ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഈ പുറത്തുനിന്ന് രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഇടവും പിന്നെ വിരുന്ന് സൽക്കാരവും കാര്യങ്ങളൊക്കെ നടത്താനും കൂടിയിട്ടാണ് ഈ ഒരു മുഗൾ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ക്യാപ്ചർ മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോഴും അതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ എന്നെ അത്രയ്ക്ക് ഞെട്ടിച്ചിട്ടോ. ഇതിനു മുന്നേ ആഗ്ര പോയപ്പോൾ താജ്മഹൽ കണ്ടിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറും പിന്നെ ഈച്ച് ആൻഡ് എവരി കോർണർ അത്രയ്ക്ക് പെർഫെക്ഷനിൽ നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെയും കണ്ടിട്ടുള്ളത്. ഓരോരോ കട്ടിങ്ങും കാര്യങ്ങളും ഫിനിഷിങ്ങും എല്ലാം നല്ല സൂപ്പറായിട്ട് അന്നത്തെ കാലത്ത് അന്നത്തെ പണിക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് നടന്ന് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി കേട്ടോ. അവിടെയാണ് പണ്ട് കാലത്ത് വിനോദ സൽക്കാരവും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞതിലൂടെ അറിഞ്ഞ്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റുപാടും നോക്കിയപ്പോൾ ഫുള്ള് വെള്ളത്തിൻ്റെ പരിപാടിയില്ല, ആ സംഭവം. അപ്പോൾ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇവിടെ അത്രയ്ക്ക് ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ജൂൺ ജൂലൈ ആ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളങ്ങളും കാര്യങ്ങളും നിറഞ്ഞിട്ട് വേറെ തന്നെ ഭംഗിയായിരിക്കും കേട്ടോ. ഷാലിമാർ ഗാർഡൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഓരോരോ ഭാഗങ്ങൾ ഞാൻ നോക്കി നടക്കുമ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഏരിയയും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ആ ഏരിയയിലെ ഭംഗിയൊക്കെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഓരോ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ മാന്തിയും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഫുള്ളിൻ്റെ ഭംഗി കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ കുറേ നടന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ലോണം വിശന്നു കേട്ടോ. അപ്പോൾ ബാഗിൽ വാങ്ങി വെച്ച ആപ്പിളും മുന്തിരൊക്കെ ഓരോന്നായിട്ട് അകത്താക്കി. ഇവിടെ പോയാലും മലയാളം പറഞ്ഞ പോലെ നാശാക്കാൻ എടുക്കുന്നുണ്ടോ. അങ്ങനെ ഇവിടെ കാണാനായിട്ട് അധിക കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് തന്നെ ഞാൻ അവിടുന്ന് റിട്ടേൺ തിരിച്ചിട്ടോ. കൂടാതെ നല്ല മഴക്കുളുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് റൂമിലെത്തേണ്ട ഒരു തന്ത്രപ്പാട്ടിൽ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. റൂമിലേക്കായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് നാശമായിട്ടുണ്ട്. ചുറ്റുപാട് നാശം. അങ്ങനെ ഷാലിമാർ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ പുറത്തെത്തിയപ്പോഴേക്കും ഒടുക്കത്ത മഴ കേട്ടോ. അങ്ങനെ അവിടെ നമ്മളെപ്പോഴും നാട്ടിലത്തെ പോലെ തന്നെ മഴ പെയ്തപ്പോൾ ഒരു കടയിലെ വരാന്ത കയറി നിന്ന്. നമുക്കിനി അടുത്ത പോകേണ്ടത് മമത ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. ശ്രീകരണം ഒടുക്കത്തെ മഴയാണ്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഒരു വണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഗോപ്രോയും ബാഗും നനഞ്ഞും ഒക്കെ കൂടി ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി കയറി അങ്ങനെ നേരെ മമത ജംഗ്ഷനിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ നേരെ റൂമിലേക്ക് നടന്നിട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.